ജവഹർലാൽ നെഹ്റുവിന്റെ ഉണ്ട്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. അത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താ പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ, സ്വതന്ത്രമായ ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ജനാധിപത്യ ഭരണക്രമം, ജനാധിപത്യപരമായ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവയ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാ? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായിട്ട് മാറിയത് അല്ലെ. അപ്പൊ ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് ഭരണഘടനയിലേക്ക് എങ്ങനെ എത്തി? അപ്പൊ ലക്ഷ്യപ്രമേയം, അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഉള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. എന്താ പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ എന്തിനുള്ളതാണ്? ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും, ഇന്ത്യയെ സ്വതന്ത്രമാക്കാനും പരമാധികാരമാക്കാനും റിപ്പബ്ലിക്കായി തീർക്കാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്? സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുന്നതിനായിട്ട് ഭരണഘടന തയ്യാറാക്കുവാനുള്ള ഒരു ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ പോയിന്റായി പറയുന്നത്. അതായത് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ഭരണഘടന ഉണ്ടാക്കുക. ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവരെന്ന് പറയണം. പിന്നെന്താണ്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത്, അതായത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതായത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്താ പറയുന്നത്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള പരമാധികാരമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾക്കൊള്ളും. പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളും. പിന്നെന്താണ്? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള, അതായത് നമ്മളോട് ഇന്ത്യയോട് ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യക്ക്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഭരണഘടനയ്ക്കുള്ളൊരു കാൽവയ്പാണ് ഇത്, അതിന്റെ മുന്നോടിയായിട്ടുള്ളതാണ് ഈ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. അപ്പൊ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അതായത് കേന്ദ്ര ഗവൺമെന്റിന് കുറെ അധികാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിൽ അവർക്കില്ലാത്ത, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും ആർക്ക് നൽകപ്പെടുന്ന പറയുന്നത്? ഈ സ്വയംഭരണ യൂണിറ്റുകൾക്ക് നൽകപ്പെടും. അതായത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ല, അതായത് അവർക്ക് അവരുടേതായ ഒരു സ്വയംഭരണം ഉണ്ടായിരിക്കും. എല്ലാ അധികാരങ്ങളും ചുമതലകളും അവർക്ക് നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ആരിൽ നിന്നായിരിക്കും? ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും, അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള നീതിയുണ്ട്? സാമൂഹ്യ നീതിയുണ്ട്, സാമ്പത്തിക നീതിയുണ്ട്, രാഷ്ട്രീയ നീതിയുണ്ട്. ഈ മൂന്ന് നീതിയും പദവി സമത്വവും അവസര സമത്വം. എത്ര സമത്വം ഉണ്ട്? പദവി സമത്വം ഉണ്ട്, അവസര സമത്വം ഉണ്ട്. പദവി സമത്വം, അവസര സമത്വം, നിയമത്തിന് മുൻപിലുള്ള സമത്വം കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
ഇതാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉണ്ടായിരിക്കും. പിന്നെ പദവി സമത്വം, അവസര സമത്വം, അതേപോലെ നിയമത്തിന് മുമ്പിലുള്ള ഒരു സമത്വം, കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്യപ്രമേയത്തിൽ എന്തൊക്കെ പറയുന്നത്? എത്ര പോയിന്റ്സ് പറയുന്നത്? ആകെ ഒരു 5 പോയിന്റ്സ് പറയേണ്ടത്. എന്താണ് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? എല്ലാ സ്വാതന്ത്ര്യവും ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ജനങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? പിന്നെ ഒരു സിമ്പിൾ ആയിട്ട് പോയിന്റ് എന്താ? ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. ആ സ്വയംഭരണ യൂണിറ്റുകൾക്ക് അവരുടേതായ അധികാരങ്ങളും ചുമതലകളൊക്കെ നൽകപ്പെടും. അതായത് കേന്ദ്രത്തിൽ മാത്രം അങ്ങോട്ട് നിക്ഷിപ്തമാവാതെ അവർക്ക് ഈ ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ച പ്രദേശങ്ങൾക്ക് സ്വാതന്ത്ര്യം അധികാരമൊക്കെ നൽകപ്പെടും എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ? 2 പോയിന്റ്സ് പറഞ്ഞു. ഇനി എന്താ ഒരു പോയിന്റ്? ഭരണഘടന നിർമ്മാണ സഭ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അതിനായി ഭരണഘടന തയ്യാറാക്കാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ 3 പോയിന്റ്സ് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്സ് എന്താ? സ്വതന്ത്ര പരമാധികാരി ഇന്ത്യ എന്നത് ഏതൊക്കെ പാടെ കൂട്ടിച്ചേർത്താണ്? പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങള്, പിന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങള്, പിന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള, അതായത് നമ്മുടെ ഇന്ത്യയോട് ഭാഗമാകാൻ തയ്യാറുള്ളവരായിരിക്കും, പക്ഷെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്തുണ്ട്? സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയമായ നീതി ഉണ്ടായിരിക്കും. പദവി സമത്വം, അവസര സമത്വം ഉണ്ടായിരിക്കും. നിയമത്തിന് മുമ്പിലുള്ള സമത്വം ഉണ്ടായിരിക്കും. കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസാര, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനവും പ്രവർത്തനം എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ ആര് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചെന്ന 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? നമ്മൾ പറഞ്ഞ 5 പോയിന്റ്സ് 1946 ഡിസംബർ 13. പിന്നെ എന്താ പറയുന്നത്? നമ്മൾ ആമുഖം പറയുന്നുണ്ട്. ഇതാണ് ആമുഖം. ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. അതിലെന്തൊക്കെ പറയുന്നുണ്ട്? ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. അപ്പോ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും. എന്തൊക്കെ സ്വാതന്ത്ര്യമാണ്? ചിന്തയ്ക്ക്, ആശയപ്രകടനത്തിന്, വിശ്വാസത്തിന്, മതനിഷ്ഠയ്ക്ക്, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും. പദവിയിലും അവസരത്തിലും സമത്വം സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സ് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും, ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 തീയതി ഇതിനാൽ ഒരു ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ആമുഖത്തിൽ പറഞ്ഞത്. ഇത്ര ചുരുക്കിയിട്ട് പറഞ്ഞ, പക്ഷെ ഇതിന്റെ മീനിങ് വരുമ്പോ ഒരുപാട് മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ? അധികാരം ആർക്കാണ്? ജനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇതിന്റെ ഓർഡർ ഒക്കെ പഠിച്ചിരിക്കുന്നത് അല്ലെ. പസമജറി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല ഓർഡർ. പരമാധികാര സ്ഥിതിസമത്വം മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പിന്നെ എത്ര നീതിയുണ്ട്? സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതിയുണ്ട്. എത്ര സ്വാതന്ത്ര്യമുണ്ട്? ചിന്തയ്ക്കുള്ള, ആശയപ്രകടനത്തിനുള്ള, വിശ്വാസത്തിന്, മതനിഷ്ഠയ്ക്ക്, ആരാധനയ്ക്ക് 5 സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. പിന്നെ എത്ര സമത്വം പറയുന്നുണ്ട്? പദവിയിലും അവസരത്തിലും സമത്വം 2 സമത്വം പറയുന്നുണ്ട്. അവർക്കെല്ലാം ഇടയിൽ സാഹോദര്യം പുലർത്തുവാനും. പിന്നെ അതേപോലെ 1949 നവംബർ 26
6-ാം ദിവസം ഇതിനെ ഭരണഘടനയെ സ്വീകരിക്കുന്നു, നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 1949 നവംബർ 26 ഒരേ ഒരു ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഭരണഘടനയുടെ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയുടെ സവിശേഷത എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? നമ്മളെ ഭരണഘടന ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ നമ്മൾ രൂപീകരിച്ച ആര് പറഞ്ഞിട്ടാ? ക്യാബിനറ്റ് മിഷൻ അല്ലെ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പൊ എന്നാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്? എന്നാ 1946 ഡിസംബർ 6 അല്ലെ. 1946 ഡിസംബർ 6 രൂപീകരിച്ചു. 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസം നീണ്ടുന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചു? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചു. എന്ന് രൂപീകരിച്ചു? 1946 ഡിസംബർ 6 രൂപീകരിച്ചു. എന്നിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷം 11 മാസം 17 ദിവസം നീണ്ടുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ്. വലിയൊരു പ്രക്രിയയിലൂടെ നമ്മുടെ ഭരണഘടന എന്നുള്ള സംവിധാനം അവിടെ വന്നത് അല്ലെ. അങ്ങനെ 1949 നവംബർ 26 അംഗീകരിച്ചു. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരുപാട് പ്രോസസ്സിലൂടെയൊക്കെ പോയിട്ട് അവസാനം 1949 നവംബർ 26 അംഗീകരിച്ചു. നമുക്കായി തന്നെ ഇന്ത്യൻ ഭരണഘടന നമുക്കായി തന്നെയാണ്, ജനങ്ങൾക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ഉണ്ട്? 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 395 വകുപ്പ് ഉണ്ടായിരുന്നു, 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അങ്ങനെ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആ കാലാനുസൃത മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സജീവ പ്രമാണമായിട്ട് തുടരുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കുറെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? ഇന്ത്യയുടെ അല്ലേ. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിന്റെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ്. അപ്പൊ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെയാണ്. പിന്നെ അതുപോലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഇന്ത്യക്കാണല്ലേ. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഏതിലുള്ളവരായിരിക്കും? നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. ഈ നിയമനിർമ്മാണ വിഭാഗമാണ് ആര് നിയന്ത്രിക്കുന്നത്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതും ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ്. പിന്നെന്താണ്? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന അല്ലെ. ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് എന്താണ്? എന്നാ ദൃഢമാണോ വെച്ചാൽ ദൃഢമാണ്, അയവുണ്ടോ വെച്ചാൽ അയവുണ്ട്, അങ്ങനെയുള്ള ഭരണഘടനയാണ് അല്ലെ. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമം പാലിക്കണം. ചില വ്യവസ്ഥകൾക്ക് നമുക്ക് ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചില സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. എന്നാൽ ചിലത് സാധാരണ രീതിയിൽ അത്രത്തോളം നടപടിക്രമമൊന്നും പാലിക്കാതെ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതാണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളൊക്കെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രത്തോടും സമൂഹത്തെയും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. അവകാശം പറഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് അവകാശങ്ങൾ. കർത്തവ്യം പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യേണ്ടതാണ് കർത്തവ്യം എന്ന് പറയുന്നത്. പിന്നീട് ഒന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഭാവി രാഷ്ട്രത്തിന് സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നദീമണ്ഡല നിർമ്മാണ സഭകൾ. നിർമ്മാണ സഭകൾ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോകസഭയാണ് അല്ലെ. മൊത്തം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ ഏതാ? ലോകസഭയാണ്. അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ്. നിയമനിർമ്മാണ സഭയിൽ രണ്ടാമതൊരു ചിന്തയ്ക്ക് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭ എന്ന് പറയുന്നത് ഏതാണ്?
ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നിങ്ങനെ രണ്ട് സഭകളാണ്. അപ്പൊ ദ്വിമണ്ഡല സഭകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകസഭ ഒന്ന് രാജ്യസഭ. അതില് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭയും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് ലോകസഭയുമാണ്. പിന്നെന്താ, ശക്ത കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഒരു ഫെഡറലിസം. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഒരു ഫെഡറലിസം ഉണ്ട് നമുക്ക് ഭരണഘടനയ്ക്ക് അല്ലെ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ അധികാരം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കുണ്ട് കേന്ദ്രത്തിനുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതായത് കേന്ദ്രത്തിന്റെ അധികാരമുണ്ട്, സംസ്ഥാനത്തിന്റെ അധികാരമുണ്ട്. പക്ഷെ എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈയുള്ള കുറച്ച് കാര്യങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം എന്ന് പറയുന്നത്. സ്വതന്ത്ര നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്ര നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ കോടതി സംവിധാനം. അപ്പൊ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ അതായത് നമുക്ക് 3 വിഭാഗങ്ങൾ ഉണ്ട് അല്ലെ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗം, പിന്നെന്താ നീതിന്യായ വിഭാഗം അല്ലെ. അപ്പോ ഈ 3 വിഭാഗങ്ങൾ, നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. കാരണം എന്താണ്, കോടതി സംവിധാനങ്ങളോ കാര്യങ്ങളൊക്കെയാണ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നിയന്ത്രണങ്ങൾ, അതായത് നിയമനിർമ്മാണത്തിന്റെ കാര്യനിർവഹണത്തിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ നീതിന്യായ വിഭാഗത്തിന് കഴിയുന്നുണ്ട്. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ജനാധിപത്യ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലെ. അടുത്ത എന്താ പറയുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത് അല്ലെ. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒന്ന് കേന്ദ്രത്തിനും ഒന്ന് സ്റ്റേറ്റ്സിനും ഉള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി അധികാരം പങ്കിടുന്ന ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതയായി കണക്കാക്കുന്ന എന്താണ്? അധികാര വിഭജനം. 2 തലങ്ങളിലേക്കുള്ള അധികാര വിഭജനം തന്നെയാണ്. പിന്നീട് എന്താ പറയുന്നത്? യൂണിയൻ ഭാഗം 1 യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങൾ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് എന്തിന്റെ? ഭരണഘടനയുടെ സവിശേഷതകൾ അല്ലെ. അപ്പൊ ഇവിടെ ഭാഗം 1 യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. യൂണിയന്റെ പേരും ഭൂപ്രദേശങ്ങളും ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളിലെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പൊ ഈ ഭാഗം 1 എന്താ പറയുന്നത്? നമ്മൾ എത്ര ഭാഗം ഉണ്ട് എന്നാ പറഞ്ഞത്? 22 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗം 1 എന്താ പറയുന്നത്? യൂണിയന്റെ പേരും ഭൂപ്രദേശവുമാണ്. ഭാഗം 1 അതായത് സംസ്ഥാനങ്ങളുടെ പേരും അവിടെ 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് സബായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാനം അവിടെ ഭൂപ്രദേശവും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ പേരും സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളൊക്കെ എന്താണ്? 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഭാരതത്തിന്റെ ഭൂപ്രദേശം ഭാഗം 1 ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയനും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയതാകുന്നു ഏത്? ഭാഗം 1 യൂണിയന്റെ പേരും ഭൂപ്രദേശവും എന്ന് പറയുന്നതിൽ ഇത് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് ഭാഗം 1 പറയുന്നുണ്ട്. പിന്നെ ഈ ഫെഡറലിസ്റ്റിന്റെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായി അധികാരം വിഭജിച്ച് നൽകുന്നതാണല്ലേ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ന് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അതിന് കേന്ദ്രത്തിനൊന്നും സംസ്ഥാനത്തിനൊന്നും അങ്ങനെയല്ല. നമുക്ക് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും എന്താണ്? നമ്മുടെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതു ഭരണഘടനയാണ് ഉള്ളത്. അതേപോലെ ഭരണഘടനയുടെ പരമാധികാരം ഏക പൗരത്വമാണ് നമുക്കുള്ളത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ കേന്ദ്രത്തിനാണ്. മേൽക്കൈ എന്ന് പറയുന്നത് കേന്ദ്രത്തിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ളത്. പിന്നെ ദ്വിമണ്ഡല നിർമ്മാണ സഭയാണ് നമുക്കുള്ളത്. ദ്വിമണ്ഡല നിർമ്മാണ സഭ നമ്മൾ പറഞ്ഞു ലോകസഭ രാജ്യസഭ അധോലോകം, അതായത് ലോകസഭ അധോസഭയും സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഏതാണ്? രാജ്യസഭയാണ് അല്ലെ. പിന്നെന്താണ്? കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് അധികാര വിഭജനം ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതയാണ്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും. കൂടുതൽ അധികാരം കേന്ദ്രത്തിനായിരിക്കും. സ്വതന്ത്ര നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. അതുപോലെ അർദ്ധ ഫെഡറൽ സംവിധാനമൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ്.
പിന്നീട് പറയുന്നുണ്ട് അധികാര വിഭജനം പറയുന്ന പട്ടിക ഏതാണ്? 7ാം പട്ടികയിലാണ് കേട്ടോ. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയിലെ എത്രാമത് പട്ടികയിലാണ്? 7ാമത് പട്ടികയിലാണ്. പിന്നീടാണ് അധികാര വിഭജനം ഡിവിഷൻ ഓഫ് പവേഴ്സ് ഏത് പട്ടികയിലാണ്? 7ാം പട്ടികയിലാണ്. അതിൽ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മാത്രം നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള പട്ടികയാണ് ഇന്ത്യ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങളാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, അതൊക്കെ ആർക്കുള്ള അധികാരമാണ്? യൂണിയൻ ലിസ്റ്റിനുള്ള അധികാരമാണ് അല്ലെ. പിന്നെ സംസ്ഥാന ലിസ്റ്റിൽ എന്താ പറയുന്നത്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. അതായത് സംസ്ഥാനങ്ങൾക്കുള്ള നിയമനിർമ്മാണത്തിലുള്ള അധികാരമുള്ള പട്ടികയാണ്. തുടക്കത്തിൽ അതിൽ എത്ര വിഷയം ഉണ്ടായിരുന്നു? 66 വിഷയം ഉണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിന്റെ ഉദാഹരണം ഏതാണ്? കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയൊക്കെ സംസ്ഥാന ലിസ്റ്റിലാണ്. അപ്പൊ സംസ്ഥാന ലിസ്റ്റിന് ആദ്യം എത്ര വിഷയം ഉണ്ടായിരുന്നു? 66 വിഷയമായിരുന്നു. യൂണിയൻ ലിസ്റ്റ് എത്രയായിരുന്നു? 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി സമവർത്തി ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളെ പട്ടികയാണ്. അത് രണ്ടു പേർക്കും ഒരേപോലെ അധികാരമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റ്. അതാണ് സമവർത്തി ലിസ്റ്റ് എന്ന് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് കൺകറന്റ് ലിസ്റ്റിന്റെ ഉദാഹരണം ഏതാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ ഒക്കെ ഏതിൽ പെടുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റിൽ പെടുന്നതാണ്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഇനി അവശേഷിക്കുന്ന അധികാരം, അതായത് റെസിഡ്യൂറി പവേഴ്സ് ആണ് അവശേഷിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ ഈ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒന്നും പെടാത്തുള്ള വിഷയങ്ങൾ ഏതിലാ പെടുക? റെസിഡ്യൂറി പവേഴ്സ്, അവശേഷിക്കുന്ന അധികാരം എന്നതിലാണ് പെടുക. അപ്പൊ മേൽ പറഞ്ഞ 3 അധികാരങ്ങൾ ഉൾപ്പെടാത്ത വിഷയങ്ങളെ ആണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? റെസിഡ്യൂറി പവേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? റെസിഡ്യൂറി പവേഴ്സിന്റെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണം ഏതാണ്? അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക? അധികാരം വേർതിരിക്കൽ എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടന എന്ന് പറയുന്ന ഒരു മൗലിക രേഖയാണെന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. ഭരണകൂടത്തിന് 3 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്? ജുഡീഷ്യൽ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുണ്ട്. ഈ 3 എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ ഭരണഘടനയില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എക്സിക്യൂട്ടീവിന്റെ, ജുഡീഷ്യറിന്റെ, ലെജിസ്ലേറ്ററിന്റെ ഒക്കെ അധികാരം സ്ഥാനമൊക്കെ എന്തൊക്കെയാണ് നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരമേൽ ഒരു പരിധി ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. അതായത് അംബേദ്കർ പറയുന്നത് ഭരണകൂട ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, പിന്നെ എന്തുകൂടി ഉണ്ട്? അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക. അപ്പൊ ഭരണഘടനയുടെ അധികാരം പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കാരണം ഘടകങ്ങളുടെ അധികാരത്തിന് ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താകും? മൊത്തം സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യം പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ്. അധികാരം വേർതിരിക്കൽ നമ്മളോട് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത് പാർലമെന്റിന്റെ പ്രധാന ചുമതലകളൊക്കെ പറയുന്നുണ്ട്. പാർലമെന്റിൽ എന്തൊക്കെ ചുമതലകൾ? നിയമനിർമ്മാണം പാർലമെന്റിന്റെ ചുമതലയാണ്. പൊതുഖജനാവിന്റെ സംരക്ഷണമായി പ്രവർത്തിക്കുക പാർലമെന്റിന്റെ ചുമതലയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക പാർലമെന്റിന്റെ ചുമതലകളാണ്. പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് പാർലമെന്റിന്റെ ചുമതലയാണ്. ഇംപീച്ച്മെന്റ് നടപടി ക്രമത്തിൽ ജുഡീഷ്യൽ അധികാരിയെ പ്രവർത്തിക്കുക അത് പാർലമെന്റിന്റെ ചുമതലയാണ്. അതേപോലെ ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്. അപ്പൊ എന്തൊക്കെയാണ്? നിയമനിർമ്മാണം പാർലമെന്റ് ചുമതലയാണ്. പൊതുഖജനാവിന്റെ സംരക്ഷണമായി പ്രവർത്തിക്കണം. അതുപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ
വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പങ്കാളിയാവുക. പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, അതുപോലെ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളും ജുഡീഷ്യൽ അധികാരിയെ പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നുണ്ട് ലോകസഭയെ കുറിച്ച് പറയാണ്. അപ്പൊ പാർലമെന്റ് അധോ മണ്ഡലമാണ് എന്തെന്ന് പറയുന്നത്, പാർലമെന്റ് അധോ മണ്ഡലമാണ് ലോകസഭ എന്ന് പറയുന്നത്. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലേക്ക്? എങ്ങനെയാ തെരഞ്ഞെടുക്കുന്നത്? നേരിട്ടാണല്ലോ ലോകസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, നേരിട്ടാണ്. 25 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ലോകസഭയിലേക്ക് മത്സരിക്കാൻ എന്തുണ്ട്? യോഗ്യത ഉണ്ട് അല്ലെ. അതേപോലെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ലോകസഭയിലെ പരമാവധി അംഗബലം എത്രയാണ്? 550 ആണ് കേട്ടോ. 550 അംഗബലമുണ്ട് ലോകസഭയ്ക്ക്. 550 അംഗബലമുണ്ട്. എന്നാൽ നിലവിൽ 543 2023 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. 2023 തിരഞ്ഞെടുക്കപ്പെട്ടത് 543. നമുക്കിപ്പോ 2023 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. പക്ഷെ നമ്മുടെ അംഗബലം എന്ന് പറയുന്നത് 550 സീറ്റുകളുണ്ട് അല്ലെ. ലോകത്തിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുടെ രൂപീകരണം നിലനിൽപ്പ് സാധ്യമാകുന്നത്. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുടെ രൂപീകരണം നിലനിൽപ്പൊക്കെ സാധ്യമാകുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങൾ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമാണ്. അപ്പൊ ധനബില്ല് ശരിക്കും ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണല്ലേ. അപ്പൊ ധനപരമായ കാര്യങ്ങളിലൊക്കെ ആർക്ക് അധികാരമുണ്ട്? ലോകസഭയ്ക്ക് രാജ്യസഭയെക്കാളും കൂടുതൽ അധികാരമുണ്ട്. ധനബില്ലിനും അവിശ്വാസ പ്രമേയമൊക്കെ. അപ്പൊ ധനബില്ല് അവിശ്വാസ പ്രമേയമൊക്കെ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ് കേട്ടോ. ധനബില്ല് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതൊക്കെ എവിടെയാണ്? ലോകസഭയിലാണ്. ഇനി അടുത്ത് രാജ്യസഭയെ കുറിച്ച് പറയുന്നുണ്ട്. പാർലമെന്റ് ഉപരിസഭയാണ് എന്തെന്ന് പറയുന്നത്? രാജ്യസഭ എന്ന് പറയുന്നത്. ജനസംഖ്യാനുപാതികമായ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് ജനസംഖ്യാനുപാതികമായ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. അപ്പൊ ജനസംഖ്യക്ക് അനുപാതമായിട്ടാണ് എന്ത് നൽകിയിരിക്കുന്നത്? രാജ്യസഭയില് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്. ആർക്ക്? സംസ്ഥാനങ്ങൾക്ക്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്. അപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായി ഇന്ത്യൻ പൗരന് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ നമ്മൾ ലോകസഭയിൽ എത്ര വയസ്സ് വരുന്നത്? 25 രാജ്യസഭയിലേക്ക് വരുമ്പോൾ 30 വയസ്സാണ്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. അതൊരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് എന്ത്? 6 വർഷം എന്ന് പറയുന്നത്. രാജ്യസഭയിൽ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കുകയോ ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 പേര് എന്ത് ചെയ്യുന്നുണ്ട്? വിരമിക്കുകയും ആ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതാണ് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്ര? 250. നമ്മൾ ലോകസഭയില് പറഞ്ഞു എത്രയാണ്? 550. ഇതിൽ 250. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി പിന്നെന്താ പറയുന്നത്? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിൽ നിന്നാണ് അല്ലെ. കാരണം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നുണ്ട്. പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ് കേട്ടോ. അപ്പൊ അഖിലേന്ത്യാ സർവീസ് ഒക്കെ ആരംഭിക്കണമെങ്കിൽ പുതിയ അഖിലേന്ത്യാ സർവീസ് ഒക്കെ സൃഷ്ടിക്കുന്നത് പാർലമെന്റിനെ ചുമതലപ്പെടുത്തുന്ന അധികാരം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ്. പിന്നീട് എന്താ പറയുന്നത്? നിയമനിർമ്മാണം ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെ. പിന്നെന്താ പറയുന്നത്? ബില്ലുകൾ എത്ര തരമുണ്ട്? വിവിധ തരം ബില്ലുകൾ ഉണ്ട് അല്ലെ. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത് ബില്ല് എന്ന് പറയുന്നത്? ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത്? സ്വകാര്യ ബില്ല് അല്ലെ. അതായത് മന്ത്രിമാര് അവതരിപ്പിക്കുന്ന ബില്ല് ഗവൺമെന്റ് ബില്ല്, മന്ത്രി അല്ലാത്തൊരു അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണത്തിനും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ പൊതുഖജനാവിലേക്ക് പൈസ
സമാഹരിക്കുന്നതിനും ചെലവഴിക്കലിനെയും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ല് എന്ന് പറയുന്നത്. ധനബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ് അല്ലെ. ധനബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ല് ധനേതര ബില്ലാണ്. അതേപോലെ സാധാരണ ബില്ലുകളുമാണ് എന്താണ് ധനേതര ബില്ലുകൾ അല്ലെ. സാധാരണ ബില്ലുകളും അതേപോലെ ഭരണഘടനാ ഭേദഗതി ബില്ലുകളൊക്കെ ധനേതര ബില്ലുകളായിട്ട് പറയുന്നുണ്ട്. ധനബില്ലുകൾ എന്ന് പറയാൻ പൊതുഖജനാവിലേക്കുള്ള പൈസയൊക്കെ സമാഹരിക്കുക, അതേപോലെ എത്രത്തോളം ചെലവഴിച്ചു എന്നതിനെ കുറിച്ചൊക്കെയുള്ളതൊക്കെയാണ് ധനബില്ല്. അത് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ആ ഒരു ബില്ല് നിയമമാകുന്നതിന്റെ ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് ഒരു ബില്ല് എന്ന് പറയുന്ന ഒരു ബില്ല് വന്നു. പെട്ടെന്ന് ആ ബില്ല് അങ്ങോട്ട് നിയമമാവുകയാണോ ചെയ്യുന്നതല്ല, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ നടപടിക്രമമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം വായന. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കണം. അപ്പൊ ധനബില്ലാണെങ്കിൽ നിർബന്ധമായിട്ടും ലോകസഭയിൽ അവതരിപ്പിക്കണം. പക്ഷെ ധനബിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ബില്ലാണെങ്കിൽ ഇരുസഭകളിലെ ഒന്നല്ലെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോകസഭ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അതാണ് ഒന്നാം വായന. പിന്നീട് രണ്ടാം വായന എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അപ്പൊ ഈ ഒരു നമ്മൾ അവതരിപ്പിച്ചു, മന്ത്രിയോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയൊക്കെ ആയിട്ട് സ്വകാര്യ അംഗമോ ബില്ല് അവതരിപ്പിച്ചു. പിന്നീട് ഈ ഘട്ടത്തിൽ ബില്ല് എന്ത് ചെയ്യുന്നു? കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ അല്ലെങ്കിൽ സഭയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു. പിന്നീട് സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് എത്രാം വായനയിലാണ്? രണ്ടാം വായനയിലാണ് കമ്മിറ്റി ഘട്ടം വരുന്നത്. അതായത് കമ്മിറ്റികൾക്ക് എന്ത് ചെയ്യാണ്? ചർച്ചയ്ക്ക് വിടുകയാണ്. അതുകൊണ്ട് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതിയോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ ഭേദഗതി വരുത്തണമെങ്കിലോ ഒക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ മൂന്നാം വായന എന്ന് പറയുമ്പോൾ ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ സഭ അത് അംഗീകരിക്കണം അല്ലെങ്കിൽ അത് നിരസിക്കണം. അതാണ് മൂന്നാം വായനയിലുള്ളത്. അപ്പോ മൂന്ന് വായന എന്ന് പറയുന്നു. ഒന്നാം വായനയിൽ അവർ ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയിൽ അവർ കമ്മിറ്റിക്ക് വിടുന്നു, ചർച്ചയ്ക്ക് വിടുന്നു, നിർദ്ദേശങ്ങളൊക്കെ വിടുന്നു. അതിനെയാണ് കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നത്. മൂന്നാം വായനയിൽ അവർക്ക് ബില്ല് ഒന്നില്ലെങ്കിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം. അങ്ങനെ 3 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിൽ ആവർത്തിക്കപ്പെടുന്നു. ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടു കൂടിയാണ് ബില്ല് നിയമമായിട്ട് മാറുന്നത്. അപ്പൊ മൂന്നാം വായനയില് ഒന്നിലെയും ബിൽ അംഗീകരിക്കാൻ നിരസിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഇതേ പ്രക്രിയ രണ്ടാം സഭയിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒന്നാം സഭയിൽ എങ്ങനെയാണോ നടപടിക്രമങ്ങൾ അതേ ഇതും രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അത് ബിൽ അംഗീകരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബില്ല് എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി അംഗീകാരത്തിനായിട്ട് വിടുന്നു. അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി എന്തായി മാറുന്നു? അത് ബില്ല് നിയമമായിട്ട് മാറുന്നു. പിന്നെ ഭരണഘടനാ ഭേദഗതി, ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ട് അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തെങ്കിൽ നോക്കട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് എന്താ? 61ാം ഭരണഘടനാ ഭേദഗതി എന്ത് എന്നാ പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സാണ് അല്ലെ. ആ 18 വയസ്സാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലെ. അതേപോലെ 86ാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? 86ാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന് പറയുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002 86ാം ഭരണഘടനാ ഭേദഗതി അല്ലെ. പിന്നീട് പറയുന്നത് GST യെ കുറിച്ചിട്ടാണ്. GSTയുടെ ഭരണഘടനാ ഭേദഗതി ഏതാ? 101ാം ഭരണഘടനാ ഭേദഗതി എന്തെന്ന് പറയുന്നത് GST യെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെ. ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 368 ആട്ടോ. ആർട്ടിക്കിൾ 368 ആണ്. അതായത് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അപ്പൊ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണോ? ഭരണഘടന എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെ അംഗീകാരം ആവശ്യമാണ്. അതായത് നമുക്ക് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ ഇരു സഭകളും അംഗീകരിക്കുകയും വേണം. പിന്നീട് അത് രാഷ്ട്രപതിയിലേക്ക് വിടുന്നു. രാഷ്ട്രപതി അത് ഒപ്പുവെച്ച് കൂടി ചെയ്താലാണ്
മായിട്ട് മാറുന്നത് അല്ലെ. ഇരു സഭകൾക്കും ഇടയിലുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങളൊന്നും ഇല്ല. അതായത് രണ്ട് സഭകളും ഒരേപോലെ അംഗീകരിച്ചോളണം എന്നില്ല. അതായത് ഒരു സഭ അംഗീകരിച്ച് മറ്റൊരു സഭ അംഗീകരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ബില്ലിന് മേലെ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ സംയുക്ത സമ്മേളനമൊക്കെ വിളിച്ചു ചേർക്കുവോ? ഇല്ല. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകളോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കും ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. തർക്കം വന്നു കഴിഞ്ഞാൽ നേരെ ജുഡീഷ്യറിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ജുഡീഷ്യറിക്കാണ് എന്ത് അതിനെ അസാധുവാക്കാനുള്ള അധികാരം ഉള്ളത് എന്ന് പറയുന്നത്. പിന്നെതാ ഭരണഘടനാ ഭേദഗതികളുടെ രീതികളാണ്. മൂന്ന് തരത്തിലുള്ള രീതികളുണ്ട്. അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായതുണ്ട്, അതിദൃഢമായ ഭേദഗതി ഉണ്ട്. അപ്പൊ അയവുള്ളതിൽ എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ ക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. അതായത് സാധാരണ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. അതാണ് അയവുള്ളത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിന് ഉദാഹരണം? സംസ്ഥാനങ്ങളുടെ പേര് മാറ്റണമെങ്കിൽ കേവലം ഭൂരിപക്ഷം മതി. അതിരുകളുമായിട്ടുള്ള ഭേദഗതിക്ക് എന്ത് മതി? കേവലം ഭൂരിപക്ഷം മതി. പൗരത്വവുമായിട്ട് ഭേദഗതിക്ക് കേവലം ഭൂരിപക്ഷം മതി. അതായത് പൗരത്വമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. പൗരത്വം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇത്ര കേവലം ഭൂരിപക്ഷമൊക്കെ മതിയോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പേര് മാറ്റാം. അതായത് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റാം. അതിരുകൾ പൗരത്വം, സംസ്ഥാനങ്ങളുടെ പേര് അതിര് പൗരത്വം, ഇതിനൊക്കെ കേവല ഭൂരിപക്ഷ നടപടിക്രമങ്ങളേ ഉള്ളൂ. അതായത് അയവുള്ള ഭേദഗതിയിലാണ് വരുന്നത്. ഇനി ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. പാർലമെന്റിന് മറ്റേത് അയവുള്ളതിൽ പറഞ്ഞു നമുക്ക് പാർലമെന്റിന് കേവല ഭൂരിപക്ഷം മതിയെന്ന്. പക്ഷേ ദൃഢമായ ഭേദഗതിക്ക് എന്ത് വേണം? പാർലമെന്റ് ഇരുസഭകൾക്കും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. രണ്ട് സഭകൾക്കും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ദൃഢമായ ഭേദഗതിയിൽ പെടുന്ന മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ ദൃഢമായ ഭരണഘടനാ ഭേദഗതിയിലാണ് പെടുന്നത്. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ ദൃഢമായ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പെടുന്നത്. അതായത് പ്രത്യേക ഭൂരിപക്ഷം എന്തിനാവശ്യമാണ്? ദൃഢമായ ഭേദഗതിക്ക് ആവശ്യമാണ്. ഇനി അതിദൃഢമായ ഭേദഗതി എന്താ പറയുന്നത്? ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിദൃഢമായതിൽ എന്താ പറയുന്നത്? ചില അതിപ്രധാനമായ വകുപ്പുകളൊക്കെ പാർലമെന്റ് രണ്ട് സഭകളുടെയും ഭൂരിപക്ഷം വേണം. പാർലമെന്റ് ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ എന്ത് വേണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതിദൃഢമായ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. അതായത് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അധികാര വിഭജനം, അതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിനൊക്കെ എന്ത് വേണം? അതിദൃഢമായ ഭേദഗതി വേണം അല്ലെ. അപ്പൊ 3 തരത്തിലുള്ള ഭേദഗതി പറഞ്ഞു. അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി പറഞ്ഞു. അയവുള്ള ഭേദഗതിയിൽ ഏതൊക്കെയാണ് പെടുന്നത്? ജസ്റ്റ് സംസ്ഥാനങ്ങളുടെ ഒരു പേര് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അതിരുകള്, അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അയവുള്ള ഭേദഗതി മതി. അയവുള്ള ഭേദഗതിക്ക് എന്തേ ആവശ്യമുള്ളൂ? കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങളേ ഉള്ളൂ അയവുള്ള ഭേദഗതിയിൽ വരുന്നുള്ളൂ. പിന്നീട് ദൃഢമായ ഭേദഗതി എന്താ പറയുന്നത്? ദൃഢമായ ഭേദഗതിയിലാണ് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ പെടുന്നത്. ഈ മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ ഭേദഗതി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാർലമെന്റ് ഇരുസഭകളും എന്ത് വേണം? പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. എന്നാൽ അതിദൃഢമായ ഭേദഗതിയുടെ ഉദാഹരണം ഏതൊക്കെയാണ്? അധികാര വിഭജനം അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം അല്ലെ. അധികാര വിഭജനം, കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയൊക്കെ അതിദൃഢമായ ഭേദഗതിയാണ്. അതിനെന്താണ് ആവശ്യം? പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ എന്താവശ്യമാണ്? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും എന്തിനാവശ്യമാണ്? അതിദൃഢമായ ഭേദഗതിക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്.
ഇതാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട്? എന്തൊക്കെ വരുന്നുണ്ട്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലുള്ളവരാണ്. അതുപോലെ സ്ഥിരം അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ എന്തിലാണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഒക്കെ സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. പിന്നെ അതേപോലെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്, യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രപതിയാണ് നാമമാത്രമായ എക്സിക്യൂട്ടീവ്. അപ്പൊ നാമമാത്രമായ എക്സിക്യൂട്ടീവിന്റെ ഉദാഹരണമാരാണ് രാഷ്ട്രപതി. അതായത് രാഷ്ട്രപതിക്ക് അത്രത്തോളം രാഷ്ട്രപതി നമ്മുടെ പ്രഥമ പൗരനൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ആരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പ്രധാനമന്ത്രി അല്ലേ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ അല്ലേ? അതുകൊണ്ടാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രി എന്നും നാമമാത്രമായ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി എന്നും പറയുന്നത്. പിന്നെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ആരൊക്കെയാണ് അതിൽ പെടുന്നതെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ആരൊക്കെയാണ്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. ഇവരൊക്കെ അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് അല്ലെ. ഭരണപരമായ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഭരണപരമായിട്ടുള്ള തലവൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിക്ക് നാമമാത്രമായ അവകാശങ്ങളാണുള്ളത്, നാമമാത്രമായ അധികാരങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ. ആണല്ലോ, നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആരാന്ന് ചോദിച്ച രാഷ്ട്രപതിയാന്ന് പറഞ്ഞു. അപ്പോ കാര്യനിർവഹണ ഭാഗം എന്ന് പറയുന്നത് ആരൊക്കെ പറഞ്ഞ? രാഷ്ട്രപതിന്റെ ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാരൊക്കെ കൂടിയതാണ്. പക്ഷെ ഭരണപരമായ തലവൻ ആരാന്ന് ചോദിച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. പക്ഷെ എങ്കിലും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയൊക്കെ നൽകുന്ന ഉപദേശങ്ങളൊക്കെ അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതേപോലെ രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരങ്ങളും ഉണ്ട്. ഈ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. 35 വയസ്സ് പൂർത്തിയായ ആൾക്ക് എന്താവാം? രാഷ്ട്രപതി സ്ഥാനം വഹിക്കാൻ അല്ലെ മത്സരിക്കാൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. 35 വയസ്സാണ്. പാർലമെന്റ് ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? പാർലമെന്റ് ഇരുസഭകളിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും പിന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും പിന്നെ പാർലമെന്റ് ഇരുസഭകളിലെയും പിന്നീട് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് ആര് തെരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെയാണ് രാഷ്ട്രപതി ചെയ്യുന്നത്? പാർലമെന്റ് വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രപതിയാണ്, ലോകസഭ പിരിച്ചുവിടുന്ന രാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയാണ്, പ്രതിരോധ സേനകളുടെ പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. തുടങ്ങിയവയാണ് ആരുടെ അധികാരങ്ങൾ? രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് അല്ലെ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് എന്ത് നിർവഹിക്കുന്നത്? രാഷ്ട്രപതിയുടെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതി എന്ന് പറയുന്നത് 35 വയസ്സാവണം. അതുപോലെ ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജാണ്. ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പിന്നെ അതേപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം കൂടിയിട്ടാണ് തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുന്നു. അതേപോലെ പാർലമെന്റിനെ വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ലോകസഭ പിരിച്ചുവിടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെയും മന്ത്രിസഭമാരെ നിയമിക്കുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ പ്രതിരോധ സേനയുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ രാഷ്ട്രപതി ചുമതലകൾ പിന്നെ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് അല്ലെ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് എന്ത് നിർവഹിക്കുന്നത്?
ചുമതലകളൊക്കെ നിർവഹിക്കുന്നത്. പിന്നീട് പറയുന്നത് പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്തെ രാജ്യത്തിന്റെ ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടികളുടെയും മുന്നണികളുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. അപ്പൊ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രി, പിന്നെ രാജ്യത്തിന്റെയും നേതാവാണ്. പിന്നെന്താ പറയുന്നത്? മന്ത്രിസഭ രൂപീകരിക്കുന്ന മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? മന്ത്രിസഭ രൂപീകരിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. അതായത് മന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നു, മന്ത്രിസഭ രൂപീകരിക്കുന്നു, മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്ന ഒക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പിന്നെ അതുപോലെ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? പ്രധാനമന്ത്രിക്ക് ഉണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ആര്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അല്ലെ. പ്രധാനമന്ത്രി 5 വർഷത്തേക്കാണ് അല്ലെ. ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ 5 വർഷമാണ് ആർക്ക് കാലാവധി? പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയ്ക്കൊക്കെ കാലാവധി. അപ്പോ അദ്ദേഹം ആരുടെയൊക്കെ കണ്ണിയായി പ്രവർത്തിക്കുന്നത്? രാഷ്ട്രപതിയുടെ, മന്ത്രിസഭയുടെ, പാർലമെന്റിന്റെയൊക്കെ കണ്ണിയായി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇനി അടുത്ത് പറയുന്നത് മന്ത്രിസഭയുടെ ചുമതല. ഇപ്പൊ നമ്മൾ പറഞ്ഞു, പിന്നെ രാഷ്ട്രപതി പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു, പിന്നെ എങ്ങോട്ട് വന്നു? മന്ത്രിസഭയുടെ ചുമതലയിലേക്ക് വന്നു. എന്തൊക്കെ ചുമതലകളാണ് മന്ത്രിസഭയ്ക്കുള്ളത്? രാജ്യഭരണം നിർവഹിക്കുക മെയിൻ ആണല്ലേ. രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. ദേശീയ നയം രൂപീകരിക്കണം, വിദേശ നയം രൂപീകരിക്കണം. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ്. ബില്ലുകൾ, ഓർഡിനൻസുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ്. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ്. ഭരണവും ക്ഷേമപരമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുന്നത് ആരുടെ ചുമതലയാണ്? മന്ത്രിസഭയുടെ ചുമതലയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ചുമതലകള്? മന്ത്രിസഭയുടെ ചുമതല എന്തൊക്കെയാണ്? രാജ്യഭരണം നിർവഹിക്കുന്ന മന്ത്രിസഭയുടെ ചുമതലയാണ്. രാജ്യഭരണം നിർവഹിക്കുക എന്നത് മന്ത്രിസഭയുടെ ചുമതലയാണ്. ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക എന്നതും മന്ത്രിസഭയുടെ ചുമതലയാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? മന്ത്രിസഭയുടെ ചുമതലയാണ്. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? മന്ത്രിസഭയുടെ ചുമതലയാണ്. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? മന്ത്രിസഭയുടെ ചുമതലയാണ്. ഭരണപരവും ക്ഷേമപരവും മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നുള്ളതും മന്ത്രിസഭയുടെ ചുമതലയാണ്. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം. നമ്മൾ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിലാണ് നമ്മൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി സ്ഥിരമായിട്ടുള്ള കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ദൈനംദിന പ്രവർത്തനം നിറവേറ്റുന്ന ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്ന രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതിനും ഒരു ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ദൈനംദിന കാര്യങ്ങളും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിനൊക്കെ രാഷ്ട്രീയ കാര്യനിർവഹണത്തെ സഹായിക്കുകയാണ് ആരുടെ ഡ്യൂട്ടി? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഡ്യൂട്ടി. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. നമുക്കൊരു കാലാവധി ഉണ്ട്, നിശ്ചയിച്ച റിട്ടയർഡ് പ്രായം വരെയാണ് കാലാവധി ഉള്ളത്. സ്ഥിര കാര്യനിർവഹണത്തിന് ഒരു നിശ്ചിത റിട്ടയർമെന്റ് പീരീഡ് ഉണ്ട് അല്ലെ. ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്? നീതിന്യായ വിഭാഗമാണ്. നമ്മളിപ്പോ കാര്യനിർവഹണ വിഭാഗം പഠിച്ചു, നിയമനിർമ്മാണ വിഭാഗം പഠിച്ചു, നീതിന്യായ വിഭാഗത്തിലേക്ക് ഇത് കടക്കുകയാണ്. ഇത് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിലെ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പോ നീതിന്യായ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരരുടെ അവകാശം സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്.
അപ്പോ എന്തിന് കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ജനാധിപത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നീതിന്യായ വിഭാഗത്തെ കൺട്രോൾ ചെയ്യാൻ പാടുമോ? നീതിന്യായ വിഭാഗം എന്തായിരിക്കണം? സ്വതന്ത്രമായിരിക്കണം. അവർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനും നിഷ്പക്ഷമായ ഒരു നീതിന്യായ സംവിധാനം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജനാധിപത്യ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. ഇനി ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി, അങ്ങനെയുള്ള കോടതികളുണ്ട് അല്ലെ. ഇനി സുപ്രീം കോടതി. സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി നിലയിൽ വന്ന 1950 ജനുവരി 28 കേട്ടോ. 1950 ജനുവരി 28 ആസ്ഥാനം എവിടെ? ന്യൂഡൽഹിയാണ് അല്ലെ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 65 വയസ്സാണ് അല്ലെ. 65 വയസ്സാണ് ജഡ്ജിമാരുടെ കാലാവധി. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട് കേട്ടോ. ചീഫ് ജസ്റ്റിസ് മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അതുപോലെ രാജി സമർപ്പിക്കുന്നതൊക്കെ ആർക്ക് മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ് അല്ലെ. വിവിധ തരത്തിലുള്ള നിയമ തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും ആര് നിലകൊള്ളുന്നുണ്ട്? സുപ്രീം കോടതി നിലകൊള്ളുന്നുണ്ട്. അപ്പൊ സുപ്രീം കോടതി എന്ന് പറഞ്ഞ നിലയിൽ വന്നത് ഏത് വർഷമാണ്? 1950 ജനുവരി 28 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലെ. അതേപോലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ്? 65 വയസ്സാട്ടോ. 65 വയസ്സാണ്. 65 വയസ്സ് അല്ലെങ്കിൽ കാലാവധിക്ക് മുമ്പ് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിന് ഉണ്ട്. അപ്പൊ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആർക്ക് മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. അതേപോലെ രാജി സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. പിന്നീട് പിന്നെ സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും അതേപോലെ പരമോന്നത വ്യാഖ്യാതാവായും പ്രവർത്തിക്കുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. അതേപോലെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? ഉത്ഭവാധികാരമുണ്ട്, അപ്പീൽ പരിഗണിക്കുന്ന അധികാരമുണ്ട്, ഉപദേശാധികാരമുണ്ട്, റിട്ട് അധികാരമുണ്ട്, പുനരവലോകന അധികാരമുണ്ട്. അപ്പൊ എത്ര അധികാരമുണ്ട്? 5 അധികാരങ്ങളുണ്ട് അല്ലെ സുപ്രീം കോടതിക്ക്. അതിൽ ഉത്ഭവാധികാരം എന്ന് പറഞ്ഞതാണ് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാര പരിധിയിൽ വരുന്നത്. അത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ വേറെ ആർക്കെങ്കിലും പരിഹരിക്കാൻ കഴിയുമോ? ഇല്ല. സുപ്രീം കോടതിയിലേക്ക് തന്നെ ചെല്ലാം. കേന്ദ്ര സംസ്ഥാനങ്ങൾ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായാൽ നേരെ എങ്ങോട്ടാ ചെല്ലുക? സുപ്രീം കോടതിക്കാണ് ചെല്ലുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പിന്നെ പരിഗണിക്കുക? ഉത്ഭവാധികാരമുണ്ട് അവർക്ക്. സുപ്രീം കോടതിക്ക് ഉത്ഭവാധികാരമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കേന്ദ്ര സംസ്ഥാനോ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പരിഹരിക്കാം. പിന്നെ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അല്ലെ. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയിലെയും വിധിമേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. അതായത് നമ്മൾ അപ്പീല് പോയി എപ്പോഴും കേൾക്കുന്നതാണല്ലേ. അപ്പൊ കീഴ്ക്കോടതി കീഴ്ക്കോടതിയിൽ നിന്ന് ഏതൊരു കീഴ്ക്കോടതിയിലെയും വിധിയിൽ അപ്പീല് പോകാനുള്ള അധികാരം ആർക്കുണ്ട്? അപ്പീല് പോകാനുള്ള അധികാരം നമുക്കുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സുപ്രീം കോടതിക്ക് പോയി എന്നൊക്കെ പറയാനിട്ടില്ലേ. അപ്പൊ അതാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. പിന്നെ ഉപദേശാധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അപ്പോ രാഷ്ട്രപതിക്ക് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കുന്നില്ല അല്ലെ. അപ്പൊ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തിലെയും നിയമോപദേശം നൽകാൻ ആർക്ക് ബാധ്യത ഉണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. കാരണം അത് വെറും അധികാരമല്ല, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാപരമായ ബാധ്യത ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. ആ അധികാരമാണ് ഉപദേശ അധികാരം എന്ന് പറയുന്നത്. ഉപദേശ അധികാരം എന്ന് പറയുന്നത്. പിന്നെ എന്താ അടുത്തത്? റിട്ട് അധികാരമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ റിട്ട് അധികാരം പറയുന്നത് എല്ലാവർക്കും അറിയണ്ടാവും അല്ലെ. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെടുമ്പോൾ നമുക്ക് റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേകം ഉത്തരവുകൾ, അതായത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷോറി എന്നൊക്കെ പറഞ്ഞ റിട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ റിട്ടുകള് പുറപ്പെടുവിക്കാനും ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആ അധികാരത്തെ എന്തെന്നാ വിളിക്കുന്നത്? റിട്ട് അധികാരം എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തത് പുനരവലോകന അധികാരം. പുനരവലോകന അധികാരം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്.
അതായത് ഭരണഘടനാ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് എന്താണ്? നീതിന്യായ പുനരവലോകന അധികാരമാണെന്ന് പറയുന്നുണ്ട്. അതും ആർക്കുള്ളതാണ്? സുപ്രീം കോടതിക്ക് ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വിധി ഒന്നും കൂടി പുനഃപരിശോധിക്കുന്ന അല്ലെങ്കിൽ ഒന്നും കൂടി എന്താണത് പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉത്ഭവാധികാരം എന്ന് പറയുന്നില്ല. ഉത്ഭവാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരമാണ്, സുപ്രീം കോടതി അധികാരമാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഇതാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും ആ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയോ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന എന്തെങ്കിലും ഉത്തരവിന്റെ മേല് ഭരണഘടനാപരമായ സാധുത പരിശോധിക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതി പരിശോധിക്കും. അപ്പൊ അതിൽ കാണാണ് ഭരണഘടനാപരമായിട്ട് ഭരണഘടനയുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിനൊക്കെ വിരുദ്ധമായിട്ടാണ് അവർ പാസ്സാക്കിയ നിയമമെങ്കിൽ അത് പിന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടില്ലേ, ബജറ്റ് പരിഗണിക്കുക. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഇതെന്ന് പറഞ്ഞ ഒരു ഏകോപനാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. അതായത് പിന്നെ പരസ്പരം നിയന്ത്രിക്കുന്നുണ്ട്, പിന്നീടുള്ള ഏകോപനം. അതായത് ഒന്ന് തൊട്ട റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് സംഭവം. ബജറ്റ് പരിഗണിക്കുക, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയുന്ന പറയുന്നത്. ബജറ്റ് പരിഗണിക്കുന്നതിലൂടെയും ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലെയുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, പിന്നെ ദയാഹർജി പരിഗണിക്കുക, പിന്നെ ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. അപ്പൊ ഈ മൂന്ന് വിഭാഗവും നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവര് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒന്നിന്മേല് ഒന്ന് ഉണ്ട്. നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണെങ്കിലും സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അധികാരം നീതിന്യായ വിഭാഗത്തിനുണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഇതെന്ന് പറഞ്ഞ എന്തെന്ന് കാണിക്കുന്നു? ഒരു ഏകോപനമാണ് ഇവിടെ കാണിക്കുന്നത്. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിച്ച് ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയുന്നത്? നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കുവാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ 3 വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നീട് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഒക്കെ പഠിച്ചു. ഭരണഘടനയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചു. ലക്ഷ്യപ്രമേയം പഠിച്ചു. അങ്ങനെ കുറച്ച് നീണ്ടൊരു ചാപ്റ്റർ ആണത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.